സർ, ഇതെല്ലാം കുടുംബമഹിമയും ആഠ്യത്വമുള്ള കുടുംബത്തിലെ കുട്ടികളാ. സാറിനും മാഡത്തിനും ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. കുലമഹിമയും അന്തസ്സും ആഭിജാത്യമുള്ള ഒരു തറവാടാണിതെന്ന് നിങ്ങൾ മാട്രിമോണിക്കാർക്ക് അറിയാലോ. അതറിയാവുന്നത് കൊണ്ടാണല്ലോ സർ അങ്ങനെയുള്ള കുടുംബത്തിലെ പെൺകുട്ടികളെ മാത്രം ഞാൻ കാണിക്കുന്നത്. ഒരു കാരണവന്മാര് തുടർന്നു വന്ന അതേ രീതിയിൽ തന്നെയാണ് ഇവിടെ ഇപ്പോഴും കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഞങ്ങളുടെ ഒരേ ഒരു മോന ശ്യാം. ഈ കാണുന്ന സ്വത്തുക്കൾക്കെല്ലാം ഒരേ ഒരു അവകാശി. എന്നുവെച്ച് പെണ്ണിന് കണക്കിട്ട് സ്വത്തുണ്ടാവണമെന്നൊന്നും ഞങ്ങൾക്ക് നിർബന്ധമില്ല കേട്ടോ. തറവാട്ട് മഹിമയാണ് പ്രധാനം. സാമാന്യം നല്ല വിദ്യാഭ്യാസവും വേണം, അടക്കവും ഒതുക്കവും ഉണ്ടാവണം. എന്ന സന്ധ്യക്ക് ഉമ്മറത്തൊരു നിലവിളക്ക് കൊളുത്തി വെക്കാൻ മനസ്സുള്ളവളും ആയിരിക്കണം. മാഡം, ഇന്നത്തെ കാലത്ത് അങ്ങനെയുള്ള പെൺകുട്ടികളൊക്കെ ചുരുക്കമാണ്. അടിച്ചും പിടിച്ചും ഒക്കെ നിലവിളക്ക് കൊളുത്തിക്കേണ്ടി വരും. അതെന്തായാലും ശരിയാവില്ല. ക്ഷേത്രത്തിൽ പോകുന്നതും പ്രാർത്ഥിക്കുന്നതും വിളക്ക് വെക്കുന്നതും ഒക്കെ സ്വന്തം മനസ്സാലെ ചെയ്യുന്നൊരു കുട്ടിയായിരിക്കണം. സർ, ഇതൊന്ന് നോക്കൂ. ഈ കുട്ടി എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇതിന്റെ ഈ മുടി സ്റ്റൈലൊക്കെ കാണുമ്പോ എന്തോ പന്തികേടുള്ളത് പോലെ അല്ലേ? പെൺകുട്ടി തിരക്കേടില്ല, പിന്നെ മുടി. തറയിൽ മുട്ടുന്നത് വരെ മുടി വളർത്താനൊന്നും ഇപ്പോഴത്തെ കുട്ടികൾ മെനക്കെടാറില്ല. മുടി വളരുമ്പോ സൗകര്യത്തിനനുസരിച്ച് വെട്ടി നീളം കുറയ്ക്കും. അതാ പതിവ്. ഈ കുട്ടി എങ്ങനെ? കോടീശ്വര കുടുംബത്തിലെ കുട്ടിയാ. ഈ കുട്ടി ഓടിക്കുന്ന കാറ് തന്നെ കോടികൾ വിലയുള്ളതാ. ഓസ്ട്രേലിയ സെറ്റിൽഡാ, ഇപ്പൊ നാട്ടിലുണ്ട്. പറയുമ്പോ എല്ലാം പറയണല്ലോ. കുട്ടിക്ക് മലയാളം എഴുതാനും വായിക്കാനും അറിയില്ല. അതൊക്കെ പയ്യെ പഠിച്ചോളൂ. ഈ പേരൻസിനൊക്കെ എന്താ വിളിക്കുക? മമ്മീന്നും ഡാഡിയും നോക്കിയാ. അതെന്തായാലും വേണ്ട. കല്യാണം കഴിഞ്ഞ് അച്ഛ അമ്മ എന്നൊക്കെ ഞങ്ങളെ വിളിക്കാൻ കഴിയുമ്പോഴേക്കേ ഞങ്ങളൊക്കെ അങ്ങ് യമലോകത്തിലേക്ക് എത്തിയിട്ടുണ്ടാവും.